ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഫ്ലേവർ ഫ്യൂഷൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന, എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഈസി ആയിട്ട് എഗ് ഫ്രൈഡ് റൈസാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എഗ്ഗ് ഒന്ന് പീസസ് ആക്കി എടുക്കണം. ചിക്കി പൊരിച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സൗകര്യം പോലെ ഇപ്പോൾ അരിക്കനുസരിച്ച് ഒരു എഗ്ഗോ 2 എഗ്ഗോ ഇഷ്ടത്തിന് എടുത്ത ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ പീസസ് ആക്കാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടും പീസസ് ആക്കാവുന്നതാണ് കേട്ടോ. എഗ്ഗ് റെഡിയായ ശേഷം നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള ചോറ് റെഡിയാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം ബസ്മതി അരി തന്നെ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഫ്രൈഡ് റൈസിൻ്റെ യഥാർത്ഥ രുചിയും അതിൻ്റെ ലുക്കും അതിന് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരി വേവിക്കാൻ വയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും 1.5 ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടും നിങ്ങൾ മാറിപ്പോവരുത്, വെന്ത് കുഴഞ്ഞു പോവും. ബസ്മതി അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു 70% മാത്രം നമുക്ക് കുക്കായാൽ മതിയാകും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാ വെജിറ്റബിൾസും സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരുപോലെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു ഭംഗി വരത്തുള്ളൂ. ആദ്യം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഒരു മുഴുവൻ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്യാബേജും ഒരു 5 ബീൻസും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കവും, ഇത്രയാണ് ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഒരുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വെജിറ്റബിളിനൊക്കെ ഒരേ കളറ് തന്നെ ആയിരിക്കും, അതേ കളറ് തന്നെയാവും, ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരുപോലെ മിക്സായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസും വെജിറ്റബിൾസും ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിൽ വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ച് കിട്ടണം. ഫാനിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചാലും മതി, പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളും. റൈസ് വേണമെങ്കിൽ വെജിറ്റബിളിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക, വെജിറ്റബിൾ റൈസിലോട്ടിട്ട് മിക്സ് ചെയ്യുക, എങ്ങനെയായാലും പ്രശ്നവുമില്ല. നമുക്ക് വെജിറ്റബിൾസും റൈസും എഗ്ഗും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുത്തി അങ്ങനെ മിക്സ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് മൈൽഡായിട്ടേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ചോറൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിന് നമുക്ക് ലാസ്റ്റായിട്ട് ആവശ്യം വരുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സ്പ്രിംഗ് ഓണിയൻ സ്കിപ്പ് ചെയ്യരുത്. ഫ്രൈഡ് റൈസിൻ്റെ യഥാർത്ഥ ഫ്ലേവർ തരുന്നത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.